അല്ലാഹു പരിശുദ്ധനല്ലേ? സർവശക്തനെന്ന് പറയപ്പെടുന്ന അല്ലാഹു എന്ന് വിളിക്കപ്പെടുന്ന അസ്തിത്വം യഥാർത്ഥത്തിൽ ഏറ്റവും പരിശുദ്ധമല്ല എന്നതിന്റെ തെളിവ് ഇതാ. ഈ തെളിവ് ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടെ ഗബ്രിയേൽ പരിശുദ്ധാത്മാവാണെന്ന് പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹു സ്രഷ്ടാവായ ദൈവമല്ലെന്ന് ഖുർആൻ രഹസ്യമായി സമ്മതിക്കുന്നു. നമുക്ക് ഇത് ഘട്ടം ഘട്ടമായി പരിശോധിക്കാം. പരിശുദ്ധാത്മാവ് ഏറ്റവും പരിശുദ്ധനായ പരിശുദ്ധാത്മാവാണ്, അതായത് സ്രഷ്ടാവായ ദൈവം. അങ്ങനെ പരിശുദ്ധാത്മാവ് സ്രഷ്ടാവായ ദൈവത്തിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും ഗബ്രിയേൽ ഒരു മാലാഖയാണ്. അവൻ വ്യക്തമായും ഒരു സൃഷ്ടിയാണ്. ഗബ്രിയേൽ പരിശുദ്ധാത്മാവാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഗബ്രിയേൽ സ്രഷ്ടാവായ ദൈവമാണ്. ഒരു സൃഷ്ടി എങ്ങനെയാണ് സ്രഷ്ടാവായ ദൈവമാകുന്നത്? അങ്ങനെയെങ്കിൽ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനേക്കാൾ പരിശുദ്ധനാണ് ഗബ്രിയേൽ. ഈ വിശദീകരണത്തിൽ നിന്ന് അല്ലാഹു എന്ന മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അസ്തിത്വം പരിശുദ്ധമല്ലെന്ന് വ്യക്തമാണ്. അതായത് അത് സ്രഷ്ടാവായ ദൈവമല്ല. പിന്നെ എങ്ങനെ ഒരു അവിശുദ്ധ സത്തയെ സ്രഷ്ടാവും സർവശക്തനുമാണെന്ന് പറയാൻ കഴിയും? മുസ്ലിങ്ങൾ ആരാധിക്കുന്ന വസ്തു സ്രഷ്ടാവായ ദൈവമല്ല എന്നതിന്റെ മറ്റൊരു തെളിവ് സൂറ അൻആം 91 കാണാം. തീർച്ചയായും ഈ നഗരത്തിന്റെ മക്ക നാഥനെ ആരാധിക്കാൻ ഞാൻ മുഹമ്മദ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അതിനെ പവിത്രമാക്കിയിരിക്കുന്നു. അവൻ എല്ലാം അവനുടേതാണ്. അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യത്തിൽ മുഹമ്മദ് ആരാധിച്ചിരുന്നത് ഈ നഗരത്തിന്റെ മക്ക ദൈവമാണെന്ന് വളരെ വ്യക്തമാണ്. മുഹമ്മദിന്റെ പതിപ്പ് അനുസരിച്ച് സ്രഷ്ടാവ് മറ്റാരുമല്ല. അത് തീർച്ചയായും സ്രഷ്ടാവായ യഥാർത്ഥ ദൈവമല്ല. അത് മക്കയുടെ ദൈവമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ അതിന്റെ പ്രാദേശിക അധികാരം തീർച്ചയായും മക്കയിൽ ഒതുങ്ങുന്നു. ഈ വാക്യത്തിൽ നിന്ന് മുഹമ്മദിനെ ആജ്ഞാപിക്കുന്ന അസ്തിത്വത്തിന് മക്കയിലെ ദൈവത്തെക്കാൾ ഉയർന്ന സ്ഥാനമുണ്ടെന്ന് വ്യക്തമാണ്. മുഹമ്മദ് മക്കയുടെ ദൈവത്തെ സ്രഷ്ടാവായി കണക്കാക്കി വാക്യത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്നത് പോലെ എല്ലാം ആർക്കുള്ളതാണ്. അതിനു മുകളിൽ ഉയർന്ന ശക്തിയുള്ളതിനാൽ മക്കയിലെ ദൈവത്തിന്റെ സ്ഥാനം ഭൂമിയുടെ ഉപരിതലത്തിൽ ഒതുങ്ങുന്ന ഒരു പ്രാദേശിക ദൈവം മാത്രമാണെന്ന് പറയാം. യഥാർത്ഥത്തിൽ തങ്ങൾ ആരാധിക്കുന്നത് സ്രഷ്ടാവായ യഥാർത്ഥ ദൈവമാണെന്ന് മുസ്ലിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു. തങ്ങൾ സ്രഷ്ടാവായ സത്യദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് മുസ്ലിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരോക്ഷമായി അവർ ത്രിത്വ സങ്കല്പത്തെ അംഗീകരിക്കുകയാണ്. സർവശക്തനായ സ്രഷ്ടാവ് സ്വയം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യരൂപം, അതായത് യേശുക്രിസ്തു എന്നിവയായി സ്വയം പ്രത്യക്ഷപ്പെടാൻ കഴിയും. ത്രിത്വ സങ്കല്പത്തെ അംഗീകരിക്കുന്നതിലൂടെ യേശു സ്രഷ്ടാവായ ദൈവത്തിന്റെ ഒരു പ്രകടനമാണെന്ന് അവർ തിരിച്ചറിയുന്നു. മുസ്ലിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മുഹമ്മദ് ആരാധിക്കുന്ന മക്കയുടെ അല്ലാഹു ദൈവം മുസ്ലിങ്ങൾ ആരാധിക്കുന്നവനാണ്. ഷഹാദയിലൂടെ മക്കയിലെ ദൈവത്തോട് കൂറ് പ്രകടിപ്പിച്ചും സ്രഷ്ടാവായ യഥാർത്ഥ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിരാകരിച്ചും മക്കയുടെ ദൈവമായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചും മക്കയിലെ ദൈവത്തെ കീഴ്പ്പെടുത്തുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല.
റമദാനിലെ നോമ്പ് പോലും അല്ലാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങൾ ഇപ്പോഴും തങ്ങളുടെ അല്ലാഹുവിനെ കീഴ്പ്പെടുത്തുന്നത്? മുസ്ലിങ്ങൾക്ക് ഒരു പ്രവാചകൻ മുഹമ്മദ്, ഒരു ഗ്രന്ഥം ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്രഷ്ടാവായ യഥാർത്ഥ ദൈവത്തെക്കാൾ തങ്ങളുടെ അല്ലാഹുവിൽ വിശ്വസിക്കാൻ മക്കയിലെ ദൈവത്തോടുള്ള വിശ്വസ്തത പ്രഖ്യാപിച്ചു. മരണാനന്തര ജീവിതത്തിൽ മക്കയിലെ ദൈവം തന്നോടുള്ള അവരുടെ വിശ്വാസത്തിൽ അവരുടെ സത്യസന്ധതയ്ക്ക് കണക്കു ബോധിപ്പിക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ലേ? ചില മുസ്ലിങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ സ്രഷ്ടാവായ സത്യദൈവത്തിൽ രഹസ്യമായി വിശ്വസിച്ചിരിക്കുമെന്നതിനാൽ ഒരുപക്ഷേ രാത്രി ഉറങ്ങുമ്പോൾ മക്കയിലെ ദൈവം അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാൻ വന്നേക്കാം. മക്കയിൽ, പ്രത്യേകിച്ച് കാബയിൽ വസിക്കുന്ന മുഹമ്മദിന്റെ പതിപ്പ് അനുസരിച്ച് സ്രഷ്ടാവായ മക്കയുടെ ദൈവത്തെ ആരാധിക്കാൻ മാത്രമേ തന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അവരുടെ പ്രവാചകനെപ്പോലെയല്ലേ അവർ ചെയ്യേണ്ടത്? വിശ്വസിക്കുന്ന അസ്തിത്വം ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമേ വസിക്കുന്നുള്ളൂവെങ്കിലും ആർക്കും തർക്കിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യാവകാശമാണ് വിശ്വാസം. മുസ്ലിങ്ങളുടെ ദൈവം കാബയിൽ കുടികൊള്ളുന്നുവെങ്കിൽ 72 കന്യകമാർ നിറഞ്ഞ സ്വർഗം അവിടെയുണ്ടോ? മുസ്ലിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഭൂമിയുടെ ഉപരിതലത്തിൽ വസിക്കുന്ന മക്കയിലെ ദൈവത്തിന് മരണാനന്തര ജീവിതത്തിൽ തന്റെ അനുയായികളുടെ ആത്മാക്കളെ സംരക്ഷിക്കാനും രക്ഷിക്കാനും കഴിയുമോ? നമുക്കറിയാവുന്നിടത്തോളം മരണാനന്തര ജീവിതത്തിൽ മനുഷ്യാത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി സ്രഷ്ടാവായ യഥാർത്ഥ ദൈവമാണ്. കാരണം നാമെല്ലാം അവന്റെ സൃഷ്ടികളാണ്. തീർച്ചയായും അവനിലേക്ക് മടങ്ങും. മുസ്ലിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം മുഹമ്മദ് ആരാധിച്ചിരുന്ന മക്കയുടെ അല്ലാഹു ദൈവം നിസ്സംശയമായും ഒന്നാണ്. മുസ്ലിങ്ങൾ തങ്ങളുടെ മക്കയുടെ ദൈവത്തോട് അല്ലാഹു തങ്ങളുടെ കൂറ് പ്രകടിപ്പിച്ചത് സ്രഷ്ടാവായ യഥാർത്ഥ ദൈവത്തെ നിരസിക്കുകയും കാബ മുഹമ്മദിന്റെ പതിപ്പ് അനുസരിച്ച് സ്രഷ്ടാവായ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്തു. അതിനാൽ മുസ്ലിങ്ങൾ ഇനി തങ്ങളുടെ അല്ലാഹുവിനെ കീഴ്പ്പെടുത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു.